അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവ്, ഇഡ്ഡലി, ദോശ, അപ്പം എല്ലാത്തിൻ്റെയും കൂടെ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ റെഡിയാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. ഇതിൻ്റെ കൂടെ ഒരു 3/4 ടീസ്പൂൺ പെരുംജീരകം, വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചിയും 1-2 പച്ചമുളകും അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് വഴറ്റാം. സവോള നല്ലോണം ഒന്ന് വാടണം, ഇഞ്ചിയുടെ ഒരു പച്ചപ്പൊന്ന് മാറുകയും വേണം. ഇനി ഇതിൽ പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. പൊടികൾ നന്നായിട്ടൊന്ന് മൂത്ത് വരണം, നല്ലോണം വഴറ്റി കൊടുക്കാം. ഇതിനകത്ത് ഒരു ചെറിയ തക്കാളി, ഒരു മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. അതരിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തക്കാളി ഒരുപാട് വേവേണ്ട ആവശ്യമില്ല, ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങാണ്. അപ്പോൾ ഞാനൊരു 2 ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് ഒരു 3 വിസിൽ വേവിച്ചെടുത്തതാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. ഇനി ഇത് കൈവച്ച് തന്നെ ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കാം. കഷ്ണങ്ങളായിട്ട് മുറിക്കുകയൊന്നും വേണ്ട, അതല്ലെങ്കിൽ സ്പൂൺ വെച്ച് നല്ലോണം ഉടച്ചെടുക്കുകയൊന്നും ചെയ്യരുത്. കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. കുറച്ച് പീസുകളൊക്കെ അതുപോലെ കിടക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇതുപോലെ ചെയ്യാം. ഇനി ഇത് നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാലയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിലിനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇത് ഒരുപാടങ്ങ് ലൂസായി പോകണ്ട, പിന്നെ വേണമെങ്കിൽ നമുക്ക് ഗ്രേവിക്ക് അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി അതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് ഒരുപാട് വറ്റണ്ട കേട്ടോ, പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ആവശ്യത്തിന് വെന്തതുമാണല്ലോ. കുറച്ച് മസാലയൊക്കെ ഒന്ന് പിടിച്ചാൽ മതി. ഇപ്പോൾ ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. കറി തിളയ്ക്കുന്ന സമയത്ത് വേറൊരു ചെറിയ ബൗൾ എടുത്തിട്ട് അതിനകത്തേക്കൊരു 2 ടീസ്പൂൺ കടലമാവ് ഇട്ട് കൊടുക്കുക, കടലപ്പൊടി. ഈ കടലപ്പൊടി ചേർക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, കറിയുടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്യാം. ആദ്യം കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്താൽ മതി. അപ്പം ഞാൻ ഇതുപോലെ നല്ല ലൂസായിട്ട് ഇതിങ്ങനെ കലക്കി എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഏകദേശം ഒരു 1/2 കപ്പോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ലൂസായിരിക്കണം. അതേ കറി ഇവിടെ 5 മിനിറ്റ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതുപോലെ ആയിരിക്കണം കേട്ടോ, ഒരുപാട് വറ്റിപ്പോയിട്ടില്ല, കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഉള്ളത്. കണ്ടല്ലോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് ആ കടലമാവ് കലക്കി വെച്ചത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണേ. കാരണം കടലമാവ് ഒഴിച്ച് കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് കുറുകാൻ തുടങ്ങും. അപ്പോൾ ഒരുപാട് കട്ടയൊന്നും പിടിക്കാതെ ഉടനെ തന്നെ ഇളക്കി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ചാൽ മതി. കണ്ടോ, ഇപ്പോൾ ഒരു മിനിറ്റ് ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ആ കടലമാവിൻ്റെ പച്ചപ്പൊന്ന് മാറാനായിട്ടാണ്, പച്ച ചൊവ്വ പോകാനായിട്ടാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ രീതിയിൽ ഇത്രയും കുറുകിയിട്ട് തന്നെ കഴിക്കാം. ഇഡ്ഡലിയുടെയും ദോശയുടെയൊക്കെ കൂടെ ഈ ഒരു രീതിയിൽ വേണമെങ്കിലും കഴിക്കാം. അതല്ല കുറച്ചും കൂടി ഗ്രേവി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കുകയും ചെയ്യാം. അതൊക്കെ താല്പര്യം പോലെ ചെയ്യാം. അപ്പം ഞാനിതിൽ ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട്, കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. അടച്ചു വെച്ചൊന്നും വേവിക്കേണ്ട, ഗ്രേവി നല്ലോണം ഒന്ന് തിളച്ചാൽ മതി. ചെറിയ തീയിൽ വെച്ചാൽ മതി. തിളച്ച് കഴിയുമ്പോൾ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ കറിവേപ്പിലയ്ക്ക് പകരം മല്ലിയില വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇത് ശരിക്കും ഒരു നോർത്ത് ഇന്ത്യൻ കറിയാണ്, ആലു ബേസൻ കറി. ഞാനതിനകത്ത് പിന്നെ നമ്മുടെ ഒരു നാടൻ രീതിയിൽ കറിവേപ്പിലയൊക്കെ ഇട്ട് ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ 2 രീതിയിലായാലും നല്ല ടേസ്റ്റിയാണ്. ഉപ്പുമാവിനൊക്കെ നമ്മൾ സൈഡ് ഡിഷായിട്ട് പപ്പടം അല്ലെങ്കിൽ ചിലപ്പോൾ മുട്ട റോസ്റ്റ് ഒക്കെ അല്ലേ ഉണ്ടാക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം, നല്ല ടേസ്റ്റാണ്. ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ഈ കടലമാവൊക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാനിന്നത് ദോശയുടെ കൂടെയാണ് കഴിക്കാൻ പോകുന്നത്. കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.